CPI സംസ്ഥാന നേതൃയോഗത്തിൽ ഭിന്നത രൂക്ഷമാണെന്ന് ആർ ശ്രീജിത്ത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് റിപ്പോർട്ട് ചെയ്യുന്നു. സെക്രട്ടറി അല്ലാതെ പാർട്ടിക്ക് മറ്റു വക്താക്കൾ വേണ്ടെന്നും പാർട്ടി നിലപാട് സെക്രട്ടറി തന്നെ പറയുമെന്നും സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞു. ADGP വിഷയത്തിൽ പ്രകാശ് ബാബു നിലപാട് പറഞ്ഞതാണ് ബിനോയ് വിശ്വത്തെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മുഖപത്രമായ ജനയുഗത്തിൽ ലേഖനം എഴുതിയത് സംസ്ഥാന സെക്രട്ടറിയെ അറിയിച്ച ശേഷമാണെന്നാണ് പ്രകാശ് ബാബുവിന്റെ മറുപടി. ആർ ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, പലപ്പോഴും പാർട്ടി സംസ്ഥാന സെക്രട്ടറി നിലപാട് പറയാൻ മടിക്കുമ്പോൾ കാര്യങ്ങൾ തുറന്നു പറയുന്നയാളാണ്, ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ പ്രതികരിക്കുന്നയാളാണ് പ്രകാശ് ബാബു. അദ്ദേഹത്തിന്റെ നിലപാടുകളാണോ ഇപ്പോൾ ബിനോയ് വിശ്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്? മിനിഞ്ഞാന്ന് നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇത്തരത്തിലൊരു അഭിപ്രായ ഭിന്നത മറന്നേക്ക് പുറത്തു വന്നത്. CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ജനയുഗം ദിനപത്രത്തിൽ ലേഖനം എഴുതുകയും ആ ലേഖനത്തിൽ RSS ADGP കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങൾ ഏറ്റവും ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു. ഒരു രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കേണ്ട വിഷയമാണ് ഈ ADGP RSS കൂടിക്കാഴ്ച. അവിടെ ഒരു സംസ്ഥാന പോലീസ് മേധാവിയുടെ മറ്റോ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല എന്ന ഏറ്റവും കൃത്യമായ രാഷ്ട്രീയ നിലപാടാണ് പ്രകാശ് ബാബു ഉന്നയിച്ചത്. എന്നാൽ ഇത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറിക്ക് മുകളിൽ ചില ആളുകൾ അഭിപ്രായം പറയുന്നത് ഉചിതമല്ല എന്ന കാര്യം അസിസ്റ്റന്റ് സെക്രട്ടറിയും രാജ്യസഭാ അംഗവുമായ PP സുനീറാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉന്നയിച്ചത്. ഈ വിമർശനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പങ്കുവെക്കുകയായിരുന്നു. അദ്ദേഹം കൂടി പിന്നെ മറുപടി പറയുകയായിരുന്നു ഉണ്ടായത്. അങ്ങനെയാണ് ഇതിൽ സംഭവിച്ചത്. എന്നാൽ പ്രകാശ് ബാബു തനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള വിഷയം എക്സിക്യൂട്ടീവിൽ പറഞ്ഞു. ജനയുഗത്തിലെ ലേഖനം അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തോട് പറഞ്ഞതിന് ശേഷമാണ് എഴുതിയത്. മാത്രമല്ല സെക്രട്ടറി പറഞ്ഞതിന് മുകളിലായോ അതിനേക്കാൾ കൂടുതലായോ താനൊന്നും പറഞ്ഞിട്ടില്ല. സെക്രട്ടറിയുടെ നിലപാടിനെ ശക്തിപ്പെടുത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അത് പൊതുവിൽ പാർട്ടിക്കും ഗുണകരമായ ഒന്നാണ്. അതിനപ്പുറത്തേക്ക് കടന്നുള്ള ഒരു പ്രതികരണവും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പ്രകാശ് ബാബുവും വിശദീകരിച്ചു. എന്തായാലും ഇത്തരം സർക്കാരുമായി ബന്ധപ്പെട്ട നിർണായകമായ വിഷയങ്ങളിലൊന്നും സെക്രട്ടറി അല്ലാതെ ആരും സംസാരിക്കേണ്ടതില്ല, സെക്രട്ടറി മാത്രം സംസാരിച്ചാൽ മതി എന്ന തീരുമാനമാണ് ഇപ്പോൾ CPI കൈക്കൊണ്ടിരിക്കുന്നത്. ഇത് പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന വിഭാഗീയതയുടെ ഏറ്റവും പുതിയ അനുരണനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും CPIക്കകത്ത് ഈ കർശനമായ നിലപാട് ഈ ഇത്തരം വിഷയങ്ങൾ എടുക്കുന്നതിനോടുള്ള ഒരു എതിർപ്പുണ്ട്. അതിൽ PP സുനീർ സ്വീകരിച്ച സമീപനം ഈ ADGPക്കെതിരെ നടപടി പോലും ആവശ്യമില്ല എന്ന തരത്തിലുള്ള ചില സമീപനം അദ്ദേഹം എക്സിക്യൂട്ടീവ് സ്വീകരിച്ചു. ആ സമീപനത്തിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഈ പ്രകാശ് ബാബുവിൻ്റെ ലേഖനമെഴുത്തിനെയും മറ്റും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തത്.